ഇപ്പൊ ഈ ലാസ്റ്റ് പോയ ട്രിപ്പ് ഏതാ? പോണ്ടിച്ചേരി. ഒരു കൊല്ലായി. ഒരു വർഷോ ഒരു ട്രിപ്പ് പോയിട്ടോ? അതിനുശേഷം ട്രിപ്പേ പോയിട്ടില്ല? ഇതൊരു ഓർമ്മയിലില്ല. അല്ല, പുതിയൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? പരിചയമില്ലാത്തൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വിസിറ്റ് ചെയ്തിട്ടില്ല. അല്ല, ട്രിപ്പ് അല്ലാണ്ട് ഇപ്പൊ ലൈക്ക് ഇപ്പൊ കണ്ണൂർ കണ്ടിട്ടുണ്ടോ? കണ്ണൂര് എറണാകുളം പോയിരുന്നു. ഫസ്റ്റ് ടൈം ആണോ പോയത്? അല്ല, അതാ ചോദിക്കണം. പോണ്ടിച്ചേരി പോയതിന് ശേഷം ഫസ്റ്റ് ടൈം. പോണ്ടിച്ചേരി ഫസ്റ്റ് ടൈം ആണല്ലോ. പോണ്ടിച്ചേരി പോയതിന് ശേഷം ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? കാണാത്ത ഏതെങ്കിലും സ്ഥലത്ത് ട്രിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട്? ഓർമ്മയില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് പോയ ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചാ അത് എനിക്ക് കണ്ണൂര് പോയിട്ടുണ്ട്. കണ്ണൂര് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയത്, പിന്നെ പോയിട്ടില്ല. അതെപ്പോഴാ പോയത്? അത് കുറച്ചായി, റീസെന്റ് അല്ല. അത് പോണ്ടിച്ചേരി പോയതിനു ശേഷമാണോ? അല്ല, അതിന്റെ മുന്നേ. അതാണ് ചോദിക്കുന്നത്. പോണ്ടിച്ചേരി പോയതിനു ശേഷം പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ പോണ്ടിച്ചേരി പോയ സമയത്ത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണോ പോയത്? കുറച്ചൊക്കെ. എത്ര ദിവസം സ്റ്റേ ചെയ്യണം എന്ന് പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എവിടെ സ്റ്റേ ചെയ്യണം? എവിടെ സ്റ്റേ ഇപ്പം മെയിൻ ആയിട്ട് നോക്കിയെന്താ, ഫസ്റ്റ് നമ്മൾ പോകുന്നതാണല്ലോ നോക്കുക. ട്രെയിനിന്റെ കാര്യങ്ങൾ, ടൈമുകൾ, ടിക്കറ്റ്സ്. പിന്നെ ബാക്കിയൊക്കെ അവിടെ പോയിട്ടാണ്. അവിടെ പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ, അതായത് ഇപ്പൊ പോണ്ടിച്ചേരിയിൽ എന്തൊക്കെ എവിടെയൊക്കെ പോയി? പോണ്ടിച്ചേരിയില് ഒരു കൊല്ലൊക്കെ ആയില്ലേ. എന്നാലും പോയ ജസ്റ്റ് ഒരു സ്ഥലത്തിന്റെ പേരുകളൊക്കെ. അവിടെ ഇതേപോലെ ഒരു ഫ്രഞ്ച് കോളനി പറഞ്ഞൊരു സ്ഥലമുണ്ട്, പിന്നെ ബീച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഒരു മിനിമം ഒരു 5 സ്ഥലത്ത് പോയോ? 5 സ്ഥലത്ത് പോയിട്ടുണ്ടോ? എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്? 2 days. 2 days അവിടെ ഒരു 5 സ്ഥലം മിനിമം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 5 സ്ഥലങ്ങളെ കുറിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അറിയായിരുന്നോ? കുറച്ചൊക്കെ, കാരണം അവിടെ അത്രയും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടോ? പോണ്ടിച്ചേരിയിൽ ഈ 5 സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല. ഇല്ല, ഉറപ്പാണ്. ഓക്കെ, കാരണം നമുക്ക് അതിലേറെ ഉണ്ടാവും. അതിനെ കുറിച്ച് ഇപ്പൊക്കെ അറിയോ? ഇല്ല. ഞാനിപ്പോ നോക്കിണ്ടാവും ചിലപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസിലോ അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ ആണ്, പക്ഷെ അതിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച്, ബാക്കിയുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പൊക്കെ അറിയില്ല അല്ലെ? ഇല്ല. ഇത് അറിയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ്. ഇപ്പൊ കോഴിക്കോടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവക്ക് കുറേ പറയാനുണ്ടാവും. പറയാനുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരിയേക്കാൾ കൂടുതൽ ഇവക്ക് പറയാൻ പറ്റൂല. കൊച്ചിയിൽ ഇപ്പൊ മറൈൻ ഡ്രൈവ്, പിന്നെ ഏതൊക്കെയാണ്? മറൈൻ ഡ്രൈവ് ഉണ്ട്, പിന്നെ ഫോർട്ട് കൊച്ചി മെയിൻ ഫോർട്ട് കൊച്ചിയാണ്, പിന്നെ കുറച്ച് ഉള്ളോട്ടൊക്കെ പോവാണെങ്കിൽ കുമ്പളങ്ങി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള് കൊച്ചിയിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലത്തും അല്ല, ഓരോ സ്ഥലത്തും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗൂഗിളിനോട് ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും, ശരിയാണ്. പക്ഷെ എങ്കിലും ഗൂഗിൾ ഫസ്റ്റ് നമുക്ക് കാണിച്ചു തരാം അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം. അതായത് മോസ്റ്റ്ലി വിസിറ്റഡ് പ്ലേസും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫേമസ് ആയ പ്ലേസസും ആണ് നമുക്ക് ഗൂഗിൾ കാണിച്ചു തരാം. ഇതല്ലാത്ത ശരിക്കും ഇപ്പൊ ഗൂഗിളിൽ അറിയാത്തത് പോലെ തന്നെ ഹിഡൻ പ്ലേസസ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരുപാട് ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ വീഡിയോസ് ഇപ്പൊ നമ്മൾ കാണല്, പലരും പോയിട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് കിട്ടുന്നുണ്ട്. ലൈക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല നല്ല സ്ഥലങ്ങൾ ഏതാണ്, എങ്ങനെയൊക്കെ അവിടെ എത്താൻ പറ്റും, അതുപോലെ തന്നെ അവിടുത്തെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആ ഏരിയയിലെ ബെസ്റ്റ് ഫുഡ്സ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ? ഒരാളുണ്ടല്ലോ. അതൊരു വ്യക്തി തന്നെ ആകണമെന്നില്ലല്ലോ. അതൊരു വെബ്സൈറ്റ് ആണ്. അതെ, അതൊരു വെബ്സൈറ്റ് ആണ്. ലൈല ട്രിപ്പ് പ്ലാനർ ആണ് ആ ഒരു വെബ്സൈറ്റ്. അതെ, അതൊരു AI വെബ്സൈറ്റ് ആണ്. സോ അതിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പോയ സ്ഥലം ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ അവിടുത്തെ മേജർ സ്ഥലങ്ങളെന്നല്ല, അവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് സ്പോട്ട് ഏതൊക്കെയാണെന്നൊക്കെ അടിച്ചു കൊടുക്കാം. ഏതൊക്കെ ഫുഡ്സ് ആണ് ബെസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ലേയില നമുക്ക് ഉത്തരം തരും. സോ നിങ്ങൾക്ക് ലേയിലയോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലേയിലയുമായി മുന്നോട്ട് പോവുക. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെനിമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.